ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു 100 വാട്ടിൻ്റെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഒരു മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു നമ്മൾ ആ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഇട്ടേക്കാം, നമുക്ക് ആ ലിങ്കിൽ പോയി ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് ഈ സ്പെയർ പാർട്സ് കിറ്റ് വാങ്ങുകയും അത് അസംബിൾ ചെയ്യുകയൊക്കെ ചെയ്ത് വളരെ സക്സസ് ആയിട്ട് അത് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ ആളുകൾക്കും പറ്റിയെന്ന് വരില്ല. ഒന്ന്, ഇത് ടെക്നിക്കലി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ സമയം കിട്ടാത്തവരുണ്ട്, അവർക്ക് മറ്റേതെങ്കിലും മേഖലകളിലുള്ള പുലികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കുത്തിയിരുന്ന് ഇതിങ്ങനെ അസംബിൾ ചെയ്യാൻ കുറച്ച് സമയക്കുറവൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഈ നമ്മൾ അന്ന് ചെയ്തിരുന്ന ആ ഒരു 50+50 വാട്ട് സ്റ്റീരിയോ ആംപ്ലിഫയർ ഇപ്പോൾ അസംബിൾഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതുണ്ടല്ലേ, ഇതാണ് ആ പ്രോഡക്റ്റ്. സൈസൊക്കെ വളരെ ചെറുതാണ്. സൈസ് വളരെ ചെറുതാണെന്ന് കരുതി ചെറുതായിട്ട് കാണണ്ട, നല്ല അടിപൊളി ഗ്രേറ്റ് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി തന്നെ. യാതൊരുവിധ ഹമ്മിങ്, നോയ്സ്, ഡിസ്റ്റോർഷൻസ് അങ്ങനെ ഒന്നുമില്ല. വളരെ സൈലൻ്റ് ആയിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് ഓഡിയോ കേൾക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇത്. നമ്മുടെ കയ്യിലുള്ള പഴയ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സ്പീക്കറും കാര്യങ്ങളെല്ലാം ഇതിന് നല്ല മാച്ചിങ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് മുതൽ ഒരു 8 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സ് 3-way ഒക്കെ ആണെങ്കിലും നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ നല്ല ക്വാളിറ്റിയാണ്. ഓഡിയോ ക്വാളിറ്റി ഞാൻ വീണ്ടും പറയണം, നല്ല ക്വാളിറ്റിയാണ്. കാരണം ഇതിനകത്ത് ചൈനീസ് പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള പ്രോഡക്റ്റുകൾ, ബോർഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അസംബിൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി ഇതിനുണ്ട്. തന്നെയല്ല, ഇതൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ക്യാബിൻ സൈസ് നോക്കി, ക്യാബിൻ സൈസ് വളരെ ചെറുതാണ്. ഒരു കാർ സ്റ്റീരിയോയുടെ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാകും. എല്ലായിടത്തും ഒതുങ്ങിയിരിക്കുന്ന രൂപത്തിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം SMPS ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ പക്കാ ക്വാളിറ്റി. അതായത് ചില ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ ഒരു ടെക്നീഷ്യൻ അസംബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ലെവലിൽ കൂടുതലായിട്ട് അത് പെർഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ മിക്ക ടെക്നീഷ്യന്മാർക്കും വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയും പെർഫോമൻസ്, അത് നമ്മുടെ വയറിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും. പിന്നെ വയറിൻ്റെ ലെങ്ത്ത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഗ്രൗണ്ട് ലൂപ്പിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റീരിയോ സിസ്റ്റമാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കണ്ടു, ഇതിൻ്റെ ഡ്യുവൽ ടോണിലാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ചെയ്തിരിക്കുന്നത്. അക്രിലിക് തന്നെയാണ് ഇത് ഉള്ളത്. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി. സാധാരണ ഈ എന്താ പറയുക, ലോക്കൽ ഓഡിയോ സിസ്റ്റങ്ങൾക്ക് വരുന്ന പോലത്തെ ആ ഒരു കൺട്രോൾ നോബ്സ് ഒന്നുമല്ല. ബ്രാൻഡഡ് സിസ്റ്റങ്ങളിലൊക്കെ വരുന്ന പോലത്തെ ആ ക്വാളിറ്റി തന്നെയുള്ള കൺട്രോൾ നോബ്സുകളാണ്. ഈ ചെറുതാണെങ്കിൽ പോലും വലുതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കൺട്രോൾ നോബ്സുകൾ. ഫ്രണ്ടിൽ ഇതാണ് എൻ്റെ മാസ്റ്റർ വോളിയം കൺട്രോൾ. ഈ വോളിയം കൺട്രോളിൻ്റെ ഒക്കെ ഈ കൺട്രോളിൻ്റെ നടുക്കൊരു ബ്ലൂ റിംഗ് ലൈറ്റ് ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ ഞാൻ ഓൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നോർമൽ സിസ്റ്റം പോലെ തന്നെ USB, ബ്ലൂടൂത്ത്, FM, അതുപോലെ തന്നെ ഒരു ഓക്സ് നമുക്ക് ഫ്രണ്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻസ് കോഡ്, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മെയിൻസ് കോഡ് 3-pin പ്ലഗ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് SMPS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ 3-pin പ്ലഗ് ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഗ്രൗണ്ടിങ്ങും കാര്യങ്ങളും എർത്തിങ് എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-way സ്പീക്കർ സോക്കറ്റും ഉണ്ട്. ഇത് FM ആൻറ്റിനയുടെ വയറാണിത്. പിന്നെ ഇവിടെ ഒരു 2 RCA സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്സ് ഇൻപുട്ടിനാണ്. നമുക്ക് ഫ്രണ്ടിലും ഓക്സ് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ നമുക്ക് മൊബൈൽ ഫോൺ വയർ വഴി കണക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ല എങ്കിൽ നമ്മുടെ TV അങ്ങനെ എന്തെങ്കിലും ഓഡിയോ ഔട്ടോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഔട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൗണ്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് സ്പീക്കറിൽ കിട്ടും. ഓക്കെ, അപ്പോൾ മിനിമം മാത്രം ഫംഗ്ഷനാണ്. നമുക്ക് എന്താണ് ആവശ്യം? ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ പാട്ട് കേൾക്കണം, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പാട്ട് കേൾക്കണം എന്നുള്ള രീതിയിൽ
അങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് ഇതിൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. നമ്മൾ ആ വീഡിയോയിൽ ചെയ്ത അതേ പ്രോഡക്റ്റും അതേ കിറ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എങ്കിലും ഒന്നുകൂടെ ഇതിൻ്റെ വയറിങ്, നമ്മൾ ആദ്യം അന്ന് അസംബ്ലിങ് ചെയ്ത സമയത്ത് വയറിംഗ് ഒന്നും കറക്റ്റായിട്ട് വയർ മാനേജ്മെൻറ്റ് ചെയ്തിട്ടല്ല ചെയ്തത്. അങ്ങനെ സ്ലീവൊക്കെ ഇട്ട് വയർ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയേണ്ടത് ഇലക്ട്രോണിക്സ് ഇത് പഠിക്കാൻ, അതായത് ഇങ്ങനെ സിസ്റ്റം അസംബിൾ ചെയ്യുന്നത് പഠിക്കാനായിട്ട് അവർ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഈ വയർ എവിടെ നിന്ന് സ്റ്റാർട്ടിങ് എവിടെ നിന്നുള്ളത് കൃത്യം കാണണം, വയർ വെളിയിൽ കാണണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സ്ലീവ് ഒന്നും ഇടാണ്ട് ചുമ്മാ മിനിമം മാത്രമായിട്ട് രീതിയിൽ അങ്ങനെ ഒരു വയറിങ് ചെയ്തത്. അങ്ങനെയൊന്നും ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഒരു സിസ്റ്റം ചെയ്തു കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. പക്ഷേ കണക്ഷൻസ് അങ്ങനെ തന്നെയാണ്. വയറൊക്കെ കുറച്ച് മാക്സിമം ഒതുക്കി വൃത്തിയായിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യാതിരിക്കാനുള്ള കാരണം വയറിങ് എങ്ങനെയാണ് പോയതേക്കണം എന്നുള്ളത് കാണുന്ന ആൾക്ക് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ്. ഇതിനകത്ത് നമ്മൾ വളരെ ക്ലീൻ ആയിട്ടാണ് വയറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ ഒരു വിധപ്പെട്ട നോയ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കൊരു ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് ഒന്ന് കേട്ട് നോക്കാം. 4 സ്ക്രൂ ഉള്ളത്. ഇതിൻ്റെ സ്ക്രൂ ഒന്ന് അഴിക്കാം. ഇതിൻ്റെ ഈ ബോട്ടം നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്പോഞ്ചിൻ്റെ ബുഷാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ സിസ്റ്റം ഏതെങ്കിലും ഹൈഫൈ സിസ്റ്റത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിലപിടിപ്പുള്ള ഒരെണ്ണത്തിൻ്റെ മുകളിലായിരിക്കും സാധാരണ ഇത് വെക്കുക. അപ്പോൾ അതിന് സ്ക്രാച്ചൊന്നും വീഴരുത് എന്ന് കരുതി ആണ് ഇതിൻ്റെ താഴെ അത്രയ്ക്കും സ്മൂത്തായിട്ടുള്ള 4 ബുഷ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻസൈഡ് വ്യൂ. വളരെ ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് വയർ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ സിസ്റ്റമാണ്. നമ്മൾ പഴയ ആ ഒരു ഓഡിയോ സിസ്റ്റത്തിനകത്ത് അസംബ്ലിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്ന അതേ പ്രോഡക്റ്റുകളും ബോർഡുകളൊക്കെ തന്നെയാണ് ഇതിനകത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ചും കൂടി അടുക്കും ചിട്ടയായിട്ട് വയർ ചെയ്തു എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു 3 പിൻ മെയിൻ സ്ക്രൂവാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഗ്രൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ ഒതുങ്ങിയ ഒരു സിസ്റ്റമാണ്. ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു അക്രിലിക്കിൽ ഫ്രണ്ടിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാനലും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ സ്ക്രൂ ഒക്കെ ഇതൊക്കെ അലങ്കി സ്ക്രൂ, ലോക്കൽ സ്ക്രൂ അല്ല, അലങ്കി സ്ക്രൂ ഒക്കെയാണ്. വൈറ്റ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ബോട്ടം നല്ല സ്മൂത്തായിട്ടുള്ള ബോട്ടം ബുഷുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ 2 RCA, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു പോയതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസൈഡ് ഉള്ളത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ഡ്യൂറബിളാണ്. എല്ലാ പ്രോഡക്റ്റും ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റാണ്. ഒന്നും ചൈനീസിൻ്റെ ഒരു കിറ്റും ഇതിനകത്തില്ല. എല്ലാം ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റുകളാണുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിലേക്കൊരു സ്പീക്കർ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ 2 ടവർ ബോക്സിലേക്കാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. ടവർ ബോക്സ് ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. 50 വാട്ട് 50+50 വാട്ട് ആണെങ്കിൽ തന്നെയും ക്ലാസ് ഡി ആയതുകൊണ്ട് നല്ല പവർഫുൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ സ്പീക്കർ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സ്പീക്കേഴ്സ് കണക്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഓണായിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ റിങ് ആണ് ബ്ലൂ കളർ, ഇത് വൈറ്റാണ്. പക്ഷേ ഇവിടുന്ന് ഈ ലൈറ്റ് അടിക്കുമ്പോൾ അത് ബ്ലൂ ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. വൈറ്റ്, നല്ല ഫ്ലൂറസെൻറ്റ് വൈറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. നോയ്സോ കാര്യങ്ങളോ ഉണ്ട്, ഒരു വിധപ്പെട്ട നോയ്സും ഒന്നും ഇതിനില്ല. അപ്പോൾ ഫുൾ ഓളിയാണ്. സ്പീക്കർ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൗണ്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാര്യം ഓൾറെഡി ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഞാനത് അസംബിളി ചെയ്യുന്ന സമയത്ത് കണക്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്കൊരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
എന്നാൽ പക്ക ഓഡിയോ ക്വാളിറ്റിയാണ്. കുറച്ചും കൂടി നല്ല പാട്ടുകളൊന്നും ഇടാൻ തൽക്കാലം നിർവാഹമില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. വേറൊരു പാട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആ ബേസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബേസും കാര്യങ്ങളും. നമുക്കൊരു ജസ്റ്റ് ഒന്ന് കണ്ട് ഇതിൻ്റെ വോളിയം എന്തേ കാൽ ഭാഗം പോലും വെച്ചിട്ടില്ല, എങ്കിൽ പോലും ഭയങ്കര ആ ഒരു കിടുക്കാണ്. ഏത് സബ് വൂഫർ ഇല്ല, സാധാ സ്റ്റീരിയോ ആണ്, എങ്കിൽ പോലും ഭയങ്കര പെർഫോമൻസ് ആണ് ഇതിനുള്ളത്. മൊബൈൽ റെക്കോർഡിങ് അങ്ങനെ ഇതാണ് ഇതിൻ്റെ ആ ഒരു റിമോട്ട് വരുന്നത്. റിമോട്ട് അത്രയ്ക്ക് മെച്ചമുള്ള റിമോട്ടൊന്നുമല്ല, പക്ഷേ എങ്കിലും എല്ലാ ഫങ്ഷനും കീയും എല്ലാം വർക്കിംഗ് ആണ്. കാരണം നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സിസ്റ്റത്തിന് നമുക്ക് ഇതുപോലെ ഇതിൽ കൂടുതൽ റിമോട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ റിമോട്ട് നമ്മൾ കാര്യമാക്കണ്ട. ഈ റിമോട്ട് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വെച്ചാലും നമുക്ക് 100-120 കൊടുത്തു കഴിഞ്ഞാൽ വേറെ നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഓക്കെ. പിന്നെ നമ്മൾ ഈ ഓഡിയോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ ഒക്കെ ഇത് ത്രൂ നമുക്ക് കേൾപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അതിൽ കോപ്പിറൈറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പാട്ടുകളൊന്നും നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എന്തായാലും ഓഡിയോ ക്വാളിറ്റി എല്ലാം നല്ലത് തന്നെയാണ്. ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു മൈക്രോഫോൺ ത്രൂ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ക്വാളിറ്റി ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഇവിടെ അതിന് നല്ല ഓഡിയോ ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അറിയാലോ, ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ പ്രൈസ് മറ്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കിറ്റ്, ഇതൊക്കെ വാങ്ങി അസംബിൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കിറ്റും നമ്മുടെ കൈവശം അവൈലബിൾ ആണ്. എന്തൊരു പ്രോഡക്റ്റ് ആയാലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ വാട്സപ്പ് കാറ്റലോഗും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. മിക്കവാറും കുറേ ഐറ്റംസുകളൊക്കെ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.